SFIയുടെ ഒരു അന്വേഷണം പൂർത്തിയായിരുന്ന രീതിയിലായിട്ട് കാര്യങ്ങൾ അറിയിച്ചാൽ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ CMR പണം കൊടുത്തത് എക്സാലോജിക്കിന്റെ പിന്നിലുള്ള ഒരു പ്രമുഖ വ്യക്തിയെ ലക്ഷ്യമാക്കി എന്നൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് ഏതെങ്കിലും വരട്ടെ വന്നോട്ടെ. ഇല്ല ഞങ്ങളത് ആലോചിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കമ്പനിയിൽ നിന്ന് ചർച്ച ചെയ്തോളാം. ഗവൺമെൻറ്റിന് അതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്തോളൂ. ഞങ്ങൾക്ക് എല്ലാവരും പ്രശ്നമില്ല. ഞങ്ങളതിൽ ഒറ്റ കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് പാർട്ടിക്കെതിരായും പിണറായിക്കെതിരായിട്ട് നടത്താൻ ശ്രമിച്ച ശ്രമത്തെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്. അത് ഇന്നലെയും പ്രതിരോധിച്ചിട്ടുണ്ട്, ഇന്നും പ്രതിരോധിക്കും, നാളെയും പ്രതിരോധിക്കും. അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു കാര്യമില്ല. ആരെ? ആ കോഴിക്കോട് മാത്രമല്ല, ആടെ എവിടെയൊക്കെ ഉണ്ടത്. മെക്സവൻ പല സ്ഥലത്തും ഉണ്ട്. അത് കോഴിക്കോട് മാത്രമാണ്. ആരാ പറഞ്ഞോട്? ആര്? ഇല്ല എന്താ വ്യക്തമാക്കിയത്? ആ അപ്പോൾ അത് CPM നിലപാടല്ലാതെ വ്യക്തമായല്ലോ. അതായത് CPMന്റെ നിലപാടാണെങ്കിൽ പിന്നെ പിൻവലിക്കൂലല്ലോ. അതാ കാര്യം. ഞങ്ങൾക്ക് ഓരോന്നിനെ സംബന്ധിച്ചും കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് ഏതെല്ലാം എങ്ങനെയെല്ലാം ഈ വർഗീയ ശക്തികളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും വിവിധങ്ങളായ മേഖലയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതിനെപ്പറ്റി എല്ലാമുള്ള വ്യക്തതയുണ്ട് ഞങ്ങൾക്ക്. എന്നാൽ ഈ പറയുന്ന ഒരു ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന നിങ്ങൾ സംസാരിക്കുന്ന ഈ പേര് MEC7 ആ രീതിയിൽ ഏതെങ്കിലും ഒരു വർഗീയവാദ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് കൃത്യമായ നിലപാട് വെച്ചുകൊണ്ടേ പറയാൻ സാധിക്കുള്ളൂ. ഏതെങ്കിലും രീതിയിലുള്ള കൂട്ടായ്മകൾ മുഴുവൻ എല്ലാം വർഗീയ കൂട്ടായ്മയാണെന്ന് പറയാൻ സാധിക്കുന്നതല്ല. വർഗീയ കൂട്ടായ്മ ഉണ്ടെങ്കിൽ പരിശോധിച്ച് അത് ഞങ്ങൾക്ക് മാത്രം ബാധകമായൊന്നുമല്ലല്ലോ. വർഗീയത എന്ന് പറയുന്നത് എല്ലാ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അത് CPMന് മാത്രം ബാധകമായ ഒരു പ്രശ്നമല്ല. അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ച് പോകാൻ എല്ലാവർക്കും സാധിക്കണം. അത്രയേ ഉള്ളൂ. വിമർശനമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്കൊരാഗ്രഹമുണ്ട് മാത്രം. ഞങ്ങൾ പാർട്ടി സംഘടനാപരമായിട്ട് എന്ത് നടപടി എടുക്കേണ്ട എന്നുള്ളതെല്ലാം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അത് പാർട്ടി തീരുമാനിക്കും. അത് പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ല. പാർട്ടി തീരുമാനിക്കും. സമയമെടുക്കും. കുറച്ച് സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇത് മാത്രമല്ല, എല്ലാ സമ്മേളനവും അതാണ്. പാർട്ടി സംവിധാനം മുഴുവൻ എല്ലാ കാലത്തും ഈ പറയുന്ന രീതിയിലുണ്ടാകുന്ന നിരവധിയായ തെറ്റായ പ്രവണതകളെ ശരിയായ രീതിയിൽ നയിച്ച് അതിൻ്റെ ജീർണതകൾ ഒഴിവാക്കി ആരോഗ്യകരമായ ഒരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാണ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ പാർട്ടി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇല്ല, സമ്മേളനം മാത്രം കൊണ്ട് തീരുന്നില്ല. സമ്മേളനം കഴിഞ്ഞാൽ പിന്നെയും പാർട്ടി സംഘടന ഉണ്ടാവില്ലേ? പാർട്ടി ശരീരം ഉള്ളിടത്തോളം കാലം ഇത് നിലനിൽക്കും. മനസ്സിലായ? അവിടെ നാളെ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ള തിരിധാരണയൊന്നും വേണ്ട. ഇതിനെതിരായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചും പാർട്ടി മുന്നോട്ടേക്ക് പോവുക. അല്ലേ? ഒരു പ്രശ്നമില്ല. നിങ്ങൾക്കിപ്പോൾ ചോദിക്കാൻ തന്നെ ചോദ്യമില്ലല്ലോ. സമ്മേളനത്തോട് നിങ്ങൾ ധരിച്ചതെന്ന് വെച്ചാൽ ഭയങ്കരമായ എന്തോ പൊട്ടിത്തെറി അങ്ങനെയാണല്ലോ നിങ്ങളുടെ ഹെഡിങ് തന്നെ. 4 പേജ്. ഇപ്പോൾ കുറച്ച് ആഴ്ചയായല്ലോ. എല്ലാ സമ്മേളനവും കഴിഞ്ഞു. പ്രായസമ്മേളനം 38,000 പ്രായസമ്മേളനം കഴിഞ്ഞു. 2444 ഈ 6-7 ഒഴിച്ച് ബാക്കി മുഴുവൻ ലോക്കൽ സമ്മേളനം കഴിഞ്ഞു. മിക്കവാറും ഏരിയ സമ്മേളനവും 2 ദിവസം കൊണ്ട് തീരാൻ പോവാണ്. 1ാമത്തെ ജില്ലാ സമ്മേളനം കൊല്ലത്ത് കഴിഞ്ഞു. 2ാമത്തെ ജില്ലാ സമ്മേളനം ഇവിടെയും വയനാടും നാളെ ആരംഭിക്കാനും പോകുന്നു. ഒരു പ്രശ്നമില്ലാതെ ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി നിലപാട്. അത് ആ അജണ്ട അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വാർത്തയൊന്നും ഇപ്പോൾ പുതുതായിട്ട് വരാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ?